അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെയും കൊണ്ട് അതാ ഷാമിൽ പോവുകയാണ്. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. റബ്ബേ, എൻ്റെ ഉപ്പ ഒരിക്കലും വിഷമിക്കരുതേ അല്ലാ. എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. പക്ഷേ എൻ്റെ ഉപ്പയുടെ മനസ്സിനി വേദനിക്കാൻ പാടില്ല. ഒരുപാട് വേദനിച്ചതല്ലേ, ഇനി റബ്ബെ വേദനിപ്പിക്കല്ലേ. എന്നാൽ അതാ ഷാമിലും ഉപ്പയും പള്ളിയിലേക്കെത്തി. എന്നാൽ മാസങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഷാമിലിൻ്റെ പിതാവിനെ കണ്ട ആളുകൾ സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അല്ല, എവിടെയായിരുന്നോ ഇത്രയും ദിവസം? സത്യം പറഞ്ഞാൽ കാണാൻ കൊതിയായി പോയിട്ടോ. എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാ, മാഷാ അല്ലാ, വല്ലാത്തൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അതെ, നീ നിൻ്റെ കാലുകൾ കൊണ്ട് നടന്നു വരുന്ന ഈ രംഗം ഞങ്ങൾ ഒരിക്കൽ പോലും ഇനി കാണാൻ പറ്റുന്ന വിചാരിക്കുന്ന കാഴ്ചയല്ല. ഏതായാലും മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഷാമിലിൻ്റെ പിതാവിനെ എല്ലാവരും സ്നേഹത്തോടെ സ്വീകരിച്ചു. അതെ, അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തുക്കളും എല്ലാം. എടാ, നിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും വീട്ടിൽ വെച്ച് കാണല്ലാതെ പള്ളിയിലേക്കൊന്നും വരാൻ കഴിയുമെന്ന് വിചാരിച്ചല്ല. എന്തൊക്കെ തന്നെയാലും വല്ലാത്ത സന്തോഷമുണ്ട്. എന്നാൽ ഷാമിൽ അതെല്ലാം നോക്കിക്കണ്ടു. അത് തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ കൂട്ടുകാർ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ആ ഒരു പള്ളിയിലേക്ക് അദ്ദേഹത്തെ വരവേൽക്കുന്നത്. അങ്ങനെ അതാ സുബ്ഹി നമസ്കാരം തുടങ്ങി. എല്ലാവരും ഒരുമിച്ച് ജമാഅത്തായിട്ട് നിസ്കാരവും പ്രാർത്ഥനയും ദുആയും എല്ലാം കഴിഞ്ഞു. ഷാമിലിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. പഠിച്ചോനെ, ഇനി ഫ്രണ്ട്സുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപ്പയോട് പറയുമോ എന്നുള്ള ഭയം. എന്നാൽ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം നേരെ പള്ളിക്കാട്ടിലേക്കാണ് പോകുന്നത്. തൻ്റെ പ്രിയപ്പെട്ട മകൻ ഷാമിൽ അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരൻ പെട്ടെന്ന്, അല്ല എന്തിയപ്പോ ഇത്ര സുബഹിക്കന്നെ പള്ളിക്കാട്ടിലേക്ക് എന്തി പോകുന്നത്? ആ, ഭാര്യയെ ഓർമ്മ വന്നിട്ടുണ്ടാവൂലേ? എടാ, ഭാര്യ എങ്ങനെ മറക്കാൻ പറ്റുമോ? എൻ്റെ മക്കൾ പ്രസവിച്ചതല്ലേ ഓള്, അപ്പം പിന്നെ ഓളെ മറക്കാൻ പറ്റൂലല്ലോ. അല്ല, എന്നാലും ഈ ഇപ്പം എന്തേ ഇപ്പൊരു പോക്ക്? പിന്നെയൊക്കെ പോയപ്പോരെ വെള്ളിയാഴ്ചക്കൊന്ന്? അല്ല, പോകാതിരിക്കാൻ പറ്റൂല. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിലും രണ്ടാമത്തോളൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഞമ്മക്ക് എപ്പോഴും വേണ്ടത് നമ്മളെ ആദ്യത്തോളനായിരിക്കും. അല്ലെങ്കിലും മരണപ്പെട്ട് ചെന്നാലും നമ്മളെ ആദ്യത്തെ പെണ്ണിനായിരിക്കുമല്ലോ ഞമ്മക്ക് അവിടെ നിന്നും കിട്ടുക. രണ്ടാമത്തോളക്കൊക്കെ രണ്ടാം സ്ഥാനം ഉണ്ടാവുള്ളൂ എന്നുള്ള പറഞ്ഞു കേട്ടത്. എന്തായാലും അൽഹംദുലില്ലാ, എനിക്കിപ്പോഴും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ കഴിഞ്ഞല്ലോ, അതും വലിയ ഭാഗ്യം തന്നെയല്ലേ. എന്തായാലും പോയി സിയാറത്ത് ചെയ്തോ, ഞാനിവിടെ നിൽക്കാം. എന്നാൽ ഉപ്പയുടെ തൊട്ടടുത്ത കൂട്ടുകാരൻ കുഞ്ഞുട്ടിയാജിയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമോ സങ്കടമോ എന്തൊക്കെയോ വന്നു. അങ്ങനെ അതാ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിനരികിലേക്ക് അദ്ദേഹം എത്തുകയാണ്. എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം അറിയുന്നില്ല തൻ്റെ രണ്ടാം ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും. അദ്ദേഹം സങ്കടത്തോടു കൂടി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിൽ എത്തുകയാണ്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഖബറാളികളോടെല്ലാം സലാം പറഞ്ഞുകൊണ്ട് ഷാമിലിൻ്റെ ഉപ്പ അതാ അങ്ങോട്ട് നടന്നു നീങ്ങി. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഖബറിടം അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഖദീജ മോളെ, ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാലുകൾക്ക് ശേഷി ലഭിച്ചു പെണ്ണേ. ഞാനേ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ പള്ളിക്കാട്ടിലേക്ക് നിൻ്റെ അടുത്തേക്ക് നടന്ന് വരാൻ കഴിയുമെന്നുള്ളത് കേട്ടോ. ഞാൻ വന്നിട്ടുണ്ട്. നിനക്ക് സുഖമായിരിക്കും. കാരണം എന്നും എൻ്റെ കണ്ണിലൂടെയുള്ള ദുആ നിനക്കുണ്ടാവും കേട്ടോ. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എൻ്റെ പൊന്നു മോളല്ലേ. ഒരിക്കൽ പോലും ഇക്ക നിന്നെ മറന്നിട്ടില്ല കേട്ടോ. മറക്കാൻ കഴിയൂലല്ലോ. അതെ, എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന നീയല്ലേ. അതുകൊണ്ട് എൻ്റെ ഖദീജ, നീ പോയതിൽ പിന്നെ ഈ ദുനിയാവ് ഒട്ടും സുന്ദരമല്ലടി. അതെ, മനസ്സിലെപ്പോഴും ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. സാരമില്ല, എന്തൊക്കെ തന്നെയാണ് നമ്മളെ മക്കൾക്കും ഒരു ഉമ്മ വേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടാമതൊരു വിവാഹത്തിനൊരുങ്ങിയത്. അല്ലാതെ എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നല്ല. എല്ലാവരും പറഞ്ഞു, ആ ഞങ്ങൾക്ക് എന്നും ഇവിടെ നിൽക്കാമെന്ന് പറ്റൂലല്ലോ കാക്ക, പെങ്ങന്മാരൊക്കെ അത് പറഞ്ഞു. അങ്ങനെ മക്കളെ കാര്യം നോക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമതൊരു വിവാഹത്തിന് ഞാൻ തയ്യാറായത്. ഒരിക്കൽ പോലും നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു.
ഒടുവിൽ മനമില്ല മനസ്സോടുകൂടി ഞാനതിന് സമ്മതിക്കായിരുന്നടി. അല്ലാതെ നിന്നോട് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നല്ല കേട്ടോ. ഖദീജ, നിനക്കവിടെ സുഖമായിരിക്കും, എനിക്കറിയാം. കാരണം എൻ്റെ പെണ്ണ് ജീവിതത്തിലൊരു തെറ്റും ചെയ്യാത്തവളാണ്. അതുമാത്രമല്ല, എന്നോട് എതിർത്ത് ഒരു വാക്ക് പോലും നീ പറഞ്ഞിട്ടില്ല എൻ്റെ ഖദീജ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നീയുണ്ടടി. ആരൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരിക്കൽ പോലും നിൻ്റെ ഖബറിൽ നീ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. അത്രക്കും കണ്ണീരോടെ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട് ഖദീജ. ആ പിതാവ് അത് കൂടുതൽ സമയം ഖബറിനരികിൽ ഇരിക്കുകയാണ്. എന്നാൽ ഷാമിൽ അത് ശ്രദ്ധിക്കുന്നു. ഉപ്പ പതിവിലേറെ സമയം അവിടെ ഇരിക്കുകയാണല്ലോ. പഠിച്ചോനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നേരെ അവൻ പള്ളിക്കാട്ടിലേക്ക് ചെന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ ഉമ്മി. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഉപ്പാ, ആ ഖബറിനരികിൽ മീസാങ്കല്ലിൽ പിടിച്ചുകൊണ്ട് കരയുന്ന തൻ്റെ പിതാവിനെ അവൻ തട്ടി വിളിച്ചു. പക്ഷെ അദ്ദേഹം ഏതോ ഒരു ലോകത്താണ്, എറിയുന്നില്ല. ഉപ്പാ. കണ്ണീരോടെ ആ പിതാവിൻ്റെ മുഖം കണ്ടപ്പോൾ അവന് വല്ലാത്ത വിഷമായി. ഉപ്പ, എഴുന്നേൽക്ക് പോവാം. മോനെ, ഉപ്പ, നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും സ്വർഗത്തിൽ. വരി, നമുക്കിപ്പോൾ പോകാം. ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പോരി ഉപ്പ, നിങ്ങളുടെ ദുആ തന്നെ മതി ഉമ്മ സ്വർഗത്തിലാവാൻ. അതുകൊണ്ട് എൻ്റെ ഉപ്പ ഒരിക്കലും വിഷമിക്കേണ്ട. ഉമ്മയുടെ കാര്യത്തിൽ നല്ല സമാധാനമായിരിക്കും. എൻ്റെ ഉപ്പാൻ്റെ കണ്ണുനീര് പോരെ. എന്നാൽ വിറക്കുന്ന കൈകളോടെ ആ പിതാവ് അവനെ പിടിച്ചു. മോനെ, അതെ, നിങ്ങളെ ഉമ്മ ഖദീജ പോയതിൽ എനിക്ക് സന്തോഷവും സമാധാനം കിട്ടിയിട്ടില്ല മോനെ. അതെ, ഓള് പോയതിൽ ഈ ദുനിയാവ് പിന്നെ ഒട്ടും രസമില്ലായിരുന്നു. അതെ, സത്യം ഉപ്പ. സാരല്ലുപ്പ, നമുക്ക് പോകാം. എന്നാൽ അപ്പോഴും അറിഞ്ഞിട്ടില്ല എളാമ പോയ കാര്യങ്ങളൊന്നും. എന്നാൽ അതാ ഉപ്പയുടെ കൂട്ടുകാരൻ കുഞ്ഞുട്ടിയാജി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സൊന്ന് പിടച്ചു. റബ്ബേ, ഈ പള്ളി കമ്മിറ്റിയുടെ ആളുകൂടിയാണ്. പഠിച്ചോനെ, എല്ലാം കൊളാക്കോ എനിക്കറിയുന്നില്ല. എന്നാൽ കുഞ്ഞുട്ടിയാജി പറഞ്ഞു, എടാ ഈ പോവുകയാണോ? ഞാൻ ഒന്ന് പോട്ടെ. മക്കൾ കൂടെ ഉണ്ടാകുമ്പോഴേ അവർ കൂടുതൽ നിൽക്കാനൊന്നും സമ്മതിക്കൂലല്ലോ. അത് കുഞ്ഞുട്ടിയാജിരെ, പിന്നെ അത് ഉപ്പാക്ക് സ്ട്രോക്കൊക്കെ വന്നതല്ലേ, അപ്പം ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റൂലല്ലോ. ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. എടാ, ഈ ളുഹർക്ക് വരുമോ? കുറച്ച് മുമ്പ് ഈ വരുമോ? നമുക്ക് ഇവിടെ എത്തിക്കാഫിരിക്കാലോ. എന്തൊരു സന്തോഷമാണ് ഇവിടെ ഇങ്ങനെ പള്ളിയിലിരിക്കുമ്പോൾ. ഈ വരുമോ? എന്നാൽ തൻ്റെ കൂട്ടുകാരൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം അദ്ദേഹം ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ്. പക്ഷെ കുഞ്ഞുട്ടിയാജിക്ക് ശരിക്കും ഉപ്പയോട് എന്തൊക്കെയോ പറയാനുണ്ട്. അദ്ദേഹം അതെ, ചെറുപ്പം മുതലേയുള്ള കളിക്കൂട്ടുകാരാണ്. എന്നാലും അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. എന്നാൽ അന്ന് പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ സമാധാനത്തോടെ ഷാമിലെത്തിയോ. എൻ്റെ റബ്ബേ അല്ലാ. ഏതായാലും ഉപ്പ, നിങ്ങളൊന്ന് കിടന്നോളി കേട്ടോ. മോനെ, എന്ത് കിടക്കാനേ, ആദ്യം കിടക്കുന്ന ഇഷ്ടമല്ല. നേരെ അങ്ങോട്ട് പുലർച്ചെ ആകുമ്പോഴേക്കും ആ തൊടുവത്തെയും മുറ്റത്തെയും പുല്ലൊക്കെ ഒന്ന് പറിക്കലും അങ്ങനെ ചെടികളെ കുറച്ച് സംരക്ഷിക്കലും അങ്ങനെ ഇല്ലെങ്കിലൊക്കെ ചെയ്യണം. അതൊക്കെയാണ് എൻ്റെ മനസ്സ് തൃപ്തി. പിന്നെ സ്ട്രോക്ക് വന്നപ്പോൾ പിന്നെ ഇതിനൊന്നും കഴിഞ്ഞില്ല. എന്തോ ഒരു സന്തോഷമാണ് ഈ ചെടികളും പൂക്കളും ഒക്കെ കാണുമ്പോൾ. മനസ്സിന് വല്ലാത്തൊരു റാഹത്താണ്. മോനെ, ഇനി ഇറങ്ങണം, കൃഷിയിലേക്കൊക്കെ ഇറങ്ങണം. അതെ, ചെടികളെയും തൈകളെയും പൂക്കളെയും ഒക്കെ സ്നേഹിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും ആശ്വാസമായിരിക്കും. എന്താ അറിയില്ല, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് മോനെ. ഇൻഷാ അല്ലാ കുറച്ച് നല്ലോണം സാധനങ്ങളൊക്കെ വാങ്ങി കുഴിച്ചിട്ടുണ്ടാക്കണം ഉപ്പ. മോനെ, അതെ, അതൊക്കെ ഉപ്പ തന്നെ ശരിയായിക്കൊണ്ട് മോൻ അതൊന്നും നോക്കണ്ട. അങ്ങനെ അതാ ഉപ്പ അപ്പോഴേക്കും അതാ ചെറിയ കൈക്കോട്ടുമെല്ലാം എടുത്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള കൃഷിപ്പണികളും കാര്യങ്ങളുമെല്ലാം തുടങ്ങുന്നു. എന്നാൽ അത് കേട്ടപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും ഷാമിലിന് ഭയം തോന്നി. റബ്ബേ, ഉപ്പ ഇപ്പം തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്? ഉപ്പാക്കിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? പക്ഷെ ഉപ്പാക്ക് അതിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ആ ഒരു ഇലകളും പച്ചപ്പും അതൊക്കെ കാണുമ്പോൾ ഉപ്പയുടെ മനസ്സിലൊരു സന്തോഷമാണ്. അതായിരിക്കും, എതിർക്കാനും പറ്റില്ല. ഉപ്പ, എൻ്റെ ഉപ്പ കൂടുതൽ ഞാൻ കഷ്ടപ്പെടണ്ട കേട്ടോ. ഉപ്പാക്ക് വേണ്ടതെല്ലാം ഞാൻ കൊണ്ടുവന്ന് തരും. എൻ്റെ ഉപ്പ ഇനി ഒരു ഭാഗത്തിരിക്കല്ല നല്ലത്. പൊന്നു മോനെങ്കിൽ അത് പറയല്ലേ. എനിക്ക് ഇരുത്തുന്ന തന്നെ കണ്ടോളൂ. ഞാൻ 5-8 മാസം ഇവിടെ കിടന്നിറങ്ങിച്ചത് എനിക്കും പഠിച്ചോനെ അറിയുള്ളൂ. അത്രക്കും ഞാൻ സഹിച്ചിട്ടുണ്ട് മോനെ. ഇനി ഒരിക്കലും ഒരാൾക്കും ആ ഒരു ഗതി വരുത്താതിരിക്കട്ടെ. ഉപ്പാൻ്റെ കുട്ടി
ഉപ്പാൻ്റെ കുട്ടീൻ്റെ പണി എന്താ വെച്ചാൽ നോക്കിക്കോളി, ഞാൻ അതിലേക്ക് ഒന്ന് നടക്കട്ടെ, എനിക്കിതൊക്കെ കാണുമ്പോൾ മനസ്സൊക്കെ ഒരു സന്തോഷമാണ് മോനെ, അതുകൊണ്ടാണ്, വേറൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഉപ്പയുടെ ഇഷ്ടത്തിന് തന്നെ നിന്ന് കൊടുത്തു. അപ്പോഴേക്കും പെങ്ങന്മാർ ഓടിത്തു. ഉപ്പച്ചിക്ക് എന്താ പണി? മക്കളെ ചെടിക്കൊക്കെ ഒന്ന് നനക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഒക്കെ ഒന്ന് മാറ്റി കുഴിച്ചിടണം, ഷെയ്ഡൊന്നും തീരെ പുഷ്ടി പോരാ, അതൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിട്ട് കുറച്ച് മണ്ണും വളമൊക്കെ ചേർത്തിട്ടാണ് നട്ട് കൊടുത്താൽ ഒക്കെ ഒന്ന് ഉണ്ടാവുള്ളൂ. മറ്റ് നമ്മൾ അതുപോലെ ശ്രദ്ധിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. ഇൻഷാ അല്ലാ അത് ഞങ്ങളുടെ ഉപ്പാക്ക് വീണ്ടും പഴയ സന്തോഷം തിരിച്ചു വന്നതിൽ ആ മക്കളും ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ഈ സമയം ഷാമിലിനെ ഉപ്പ വിളിക്കുന്നു. മോനെ ഷാമിൽ. ആ ഉപ്പ. ആ മോനെ, എൻ്റെ കുട്ടിനോടൊരു കാര്യം എനിക്ക് പറയാണ്ട്, ഞമ്മക്ക് ഇൻഷാ അല്ലാ ഒരു കല്യാണമൊക്കെ ഉണ്ടാക്കണ്ടേ. എന്നാൽ പിതാവിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഷാമിൽ ഒരു നിമിഷം ഞെട്ടിപ്പോയി. റബ്ബേ അല്ലാ, ഞാൻ ബുഷിയുടെ വിവാഹം തന്നെ അവർ വരെ കല്യാണം കഴിച്ചോട്ടെ, എന്നെ കാക്കണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉള്ളത്. ഇനി റബ്ബേ വേണ്ട, എൻ്റെ ഈ ബുദ്ധിമുട്ടും പ്രാരാബ്ദവും തീർന്നിട്ട് എനിക്കൊരു കല്യാണമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഇൻഷാ അല്ലാ പിന്നെ ആലോചിക്കാം, ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഉപ്പാൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ വിഷമമുള്ളത്. ഷാമിൽ അത് ചിന്തിക്കുകയാണ്. എന്നാൽ ഈ സമയം ഉപ്പ മോനെ വിളിച്ച് പറയുന്നു. മോനെ, എളാമാക്കൊന്ന് വിളിച്ച് നോക്ക്, ഓൾ എന്തിൻ്റെ കേടാ ഓൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഓൾ ജോലിക്ക് പോയത്? ഓൾ എവിടെയാണ് മോനെ? ഉപ്പ, അത് ജോലിസ്ഥലം കറക്റ്റായിട്ട് അവനത് പറഞ്ഞില്ല. അറബിയുടെ വീട്ടിലേക്കാണ് ജോലിക്ക് പോയത് എന്നുള്ള കാര്യവും പറഞ്ഞില്ല. മോനെ ഒന്ന് വിളിച്ച് നോക്കടാ, വിളിച്ച് നോക്കിയിട്ട് അങ്ങോട്ട് നമ്മളവിടെ ചെല്ലാന്ന് പറയുമ്പോൾ കൊണ്ടുവരാൻ പോവാലോ. ഇവൾക്ക് എന്തിൻ്റെ കേടായത്? ഓൾക്കല്ലെങ്കിൽ കുറച്ച് അഹങ്കാരം കുറച്ച് കൂടുതലാണ്. ഓൾക്കതൊന്നും പോരാ. ഇവിടെ ഇപ്പം എന്താ ഓൾക്കൊരു കുറവ്? വലിയ വീടും പറമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഓള് തീരെ കുറച്ച് തന്നിഷ്ടമാണ് കൂടിപ്പോയി, അതന്നെ, വേറൊന്നുമല്ല. പെണ്ണുങ്ങളായാലും കുറച്ചൊരു അടക്കവും അമർച്ചയും വേണം മോനെ. ഷാമിൽ, നിൻ്റെ ഉമ്മ ഖദീജ, അതെ ഓള് നല്ലൊരു പെണ്ണായിരുന്നു, പക്ഷേ ജീവിക്കാൻ കഴിഞ്ഞില്ല, പെട്ടെന്ന് പോവും. അല്ലെങ്കിലും നല്ലതൊക്കെ പഠിച്ചോ വേഗം കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും. അങ്ങനെ അതാ ഉപ്പ അത് പറഞ്ഞപ്പോൾ അവൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അതാ ചെടി നനക്കലും ഒക്കെ കഴിഞ്ഞ് ഉപ്പ അതാ കുളിച്ച് ഫ്രഷ് ആവുകയാണ്. മോനെ ഉപ്പ ഒന്ന് കിടന്നോളി, ഇനിയൊന്ന് റെസ്റ്റ് എടുത്തോളി. എന്താ മോനെ, ഉപ്പാക്ക് കിടന്ന് ശീലമല്ലല്ലോ. അതെ, ഉപ്പ പകലന്തിയോളം പണിയെടുത്തിൻ്റെ ആളല്ലേ, ഉപ്പാക്ക് ഇഷ്ടമല്ലേ കിടക്കണത്. അന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഗതികേട് കൊണ്ട് അങ്ങ് കിടന്നല്ലേ. എന്നാൽ ഉപ്പ പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റി മാഷാ അല്ലാ നല്ല വെളുത്ത തുണിയും കുപ്പായും തൊപ്പിയുമെല്ലാം ധരിച്ചുകൊണ്ട്, മോനെ ഞാനിപ്പോൾ വരാട്ടോ. ശരിക്കും ഷാമിൽ ഞെട്ടിപ്പോയി. ഉപ്പ നിങ്ങളെങ്ങോട്ടാ? ഞാൻ പള്ളി വരെ. റബ്ബേ, 10 മണിക്ക് തന്നെ കുളിച്ച് മാറ്റി ഉപ്പ പോകുന്നുണ്ട്. റബ്ബേ, എഴുത്തിക്കാഫിരിക്കാൻ ആയിരിക്കും. മോനെ, എന്നാൽ ഉപ്പാൻ്റെ കുട്ടി മക്കളെ നോക്കിട്ടോ, ഞാനിപ്പോൾ വരാവേ. അതെ, ശരിക്കും ഷാമിലിൻ്റെ മനസ്സിൽ ആ പഴയകാല ചിത്രം തെളിഞ്ഞു വന്നു. തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ആദ്യമൊക്കെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് പള്ളിയിലേക്ക് പോകുന്ന ആ രംഗം. എന്നാൽ ഉമ്മ പറയും, എന്തെങ്കിലും കുടിച്ചിട്ട് പോയി മനുഷ്യ, നിങ്ങൾ അങ്ങനെ പോകില്ലേ, തല കറങ്ങിയെങ്ങാനും വീണ് കഴിഞ്ഞാലോ എന്ന് പറയും. അപ്പോഴും പറയും, ഖദീജ നിൻ്റെ ഈ ഒരു വാക്ക് മതിയടി, എൻ്റെ മനസ്സ് നിറഞ്ഞിക്കണ്, എനിക്കിപ്പോൾ ഒന്നും വേണ്ടിട്ടുണ്ട്, വന്നിട്ട് ഞാൻ കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞു പോകുന്ന ആ രംഗം അവൻ ഓർത്തു. എന്തൊക്കെ തന്നെയാലും ഉപ്പത പള്ളിയിലേക്ക് പോവാൻ ഷാമിൽ വിചാരിച്ചു. അത് ഞാൻ എത്ര മറച്ചു വെച്ചിട്ടും കാര്യമില്ല, അത് പഠിച്ചാൽ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര മറച്ചു വെച്ചിട്ടും ഇപ്പം എന്താ, മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ. റബ്ബേ, എന്നാലും അതറിയുമ്പോൾ ഉപ്പാൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ ഒരു കാര്യത്തിലായിരുന്നു ടെൻഷന്. പഠിച്ചോനെ നീ കാക്ക്. എന്നാൽ ഉപ്പ സലാം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. മോനെ പോയിട്ട് വരാം ഉപ്പ, ഞാൻ ബൈക്കിൽ. വേണ്ട മോനെ, നടന്നു പോകാം. നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ എത്രമാത്രം നടന്നു പോകുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പ്രതിഫലം കിട്ടുക. അതെ, കഴിയുന്നത് ഒരു വഴിക്ക് പോയിട്ട് മറ്റൊരു വഴിക്ക് തിരിച്ചു വരണമെന്ന് വെച്ചാൽ പറയാറുണ്ടല്ലോ. കാരണം അത്രക്കും പ്രതിഫലം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ആ പറയുന്നത്. ആ പിതാവ് അതാ പള്ളിയിലേക്ക് നടന്നു. ആ വഴികളിലൂടെ ഷാമിൽ അത് നോക്കി നിന്നു. റബ്ബേ അല്ലാ, അവൻ്റെ മനസ്സിനുള്ളിൽ
പേടിയുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല. എളാമ പോണേ പോയിക്കോട്ടെ, അവർ ഒരു ആവശ്യം വിടില്ല. എന്തിന്? മക്കളവരെ ശരിക്കും നോക്കാതെ എത്തിങ്ങാനെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അവർ വേണമെന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ അതറിയുമ്പോൾ എൻ്റെ ഉപ്പയുടെ ഹൃദയം തകർന്നു പോകും, ചങ്ക് പൊട്ടിപ്പോകും എന്ന് വിചാരിച്ചിട്ടാണ് സ്ട്രോക്ക് ബാധിച്ച ആൾ റെഡിയായി വന്നതാണ്. അതെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നുള്ള പേടിയായിരുന്നു. പക്ഷേ ആ പിതാവ് പള്ളിയിലേക്ക് നടന്നു തന്നെ പോകുന്നു. എന്നാൽ അതാ പതിവ് പോലെ കുഞ്ഞുട്ടി ഹാജി ആ പള്ളിയുടെ ഗേറ്റിനരികിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ. എന്നാൽ അദ്ദേഹം അവർ കണ്ടപ്പോൾ രണ്ടുപേരും കൂടുതൽ സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. കുഞ്ഞുട്ടിയെ, അന്നെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണടാ. അതെങ്ങനെ ഇല്ലാതിരിക്കുമോ? നമ്മൾ ചെറുപ്പം മുതലേയുള്ള സ്നേഹബന്ധമല്ലേ, അതിപ്പോൾ ഇപ്പോഴായിട്ട് എന്തായാലും അന്നെ കാണാൻ അങ്ങനെ കഴിഞ്ഞതിൽ വല്ലാത്ത സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അതാ ഉലോഹ ചെയ്ത് പള്ളിയിലേക്ക് കടക്കുവാൻ നിൽക്കുകയാണ്. അതിനു മുമ്പായിട്ട് കുഞ്ഞുട്ടേജി പറഞ്ഞു, എടാ, നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ ജീവിക്കണം. നമ്മൾ ആരോഗ്യമില്ലാത്ത കാലത്ത് അള്ളാഹു നമ്മളിവിടെ ഇടാതിരിക്കട്ടെ. കാരണം ഒരു പായത്തൽക്ക് കിടക്കണ ആ ഒരു അവസ്ഥ നീ ഇപ്പോൾ അനുഭവിച്ചതല്ല 5-8 മാസം. അതെ, സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു നരകമായിരുന്നു എൻ്റെ കുഞ്ഞുട്ടിയെ. സത്യമായിട്ടും അതായത് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. ഞാൻ ആ ഇരുട്ടുമുറിയിൽ കഴിഞ്ഞിരുന്ന രംഗം. എടാ, അല്ലെങ്കിലും രണ്ടാം ഭാര്യമാർക്കൊക്കെ അതിനുള്ള സ്നേഹം ഉണ്ടാവുള്ളൂ. ഒന്നാമത്തോളാണെങ്കിൽ നമ്മളെങ്ങനെയേ നോക്കൂ. ഓൾക്ക് എന്നാൽ നമ്മളെ ഉള്ളായിരുന്നു. പക്ഷെ മറ്റുള്ളവർക്കൊന്നും അങ്ങനെയല്ലല്ലോ. ഓൾക്കൊക്കെ പല ആൾക്കാരും ഉണ്ടാവില്ലേ. ഏതായാലും ഒക്കെ നല്ല ഒഴിഞ്ഞു കിട്ടിയതും വലിയ റാഹത്ത്. കുഞ്ഞിട്ടേജിയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഉപ്പ പറഞ്ഞു, ആ മക്കളെ അമ്മായിട്ടെങ്കിലും അങ്ങനെ നിന്നോട്ടെന്ന് ഞാനും വിചാരിച്ചു. നമുക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിലും ആ മക്കൾക്കെങ്കിലും സ്നേഹം കൊടുക്കുമല്ലോ എന്നും വിചാരിച്ചു. എടാ, പോണോലാണ് പോട്ടെ, ഈ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അതിന് പോറ്റൊന്നുമില്ലല്ലോ. ഓളങ്ങോട്ട് തിരിച്ചു വരും. അവൾ ഇവിടെ ജോലിക്ക് കയറിയതൊക്കെ പറഞ്ഞു ആവശ്യമില്ലാത്ത പണിയെടുത്താണ്. എന്ത് കാര്യത്തിന്? എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. എടാ, അപ്പോൾ ഇനി തിരിച്ചു വന്നാൽ ഈ സ്വീകരിക്കുമോ? എന്താ കുഞ്ഞുട്ടിയെ ഈ പറയണത്? അതെ, ഇനി ഓളെ സ്വീകരിക്കരുത് കേട്ടോ. ഓളുള്ള ഇഷ്ടത്തിന് പോയതാണ്. കുഞ്ഞുട്ടിയെ ഈ എന്താ പറയണത്? അപ്പോൾ ഞാൻ പറയണത് ഓള് പോണേക്ക് പോയിക്കോട്ടെ എന്നാണ്. കാരണം പല പ്രശ്നങ്ങളിലും തലട്ടിക്കണോള് പല രീതിയിലും. ഇനിയും എൻ്റെ ഭാര്യയായിട്ട് ഈ ഓളെ കരുതണ്ടെന്ന് എൻ്റെ അഭിപ്രായം. എന്താ കുഞ്ഞുട്ടി പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. എടാ, എൻ്റെ ഭാര്യ എന്നെ ഫസ്റ്റ് ചെയ്ത കാര്യം ഇജെന്താ പൊട്ടന്മാരെ പോലെ അഭിനയിക്കുകയാണോ? എനിക്കെന്താ അറിയണമല്ലേ ഇത്? അത് കേട്ട ഷാമിലിൻ്റെ ഉപ്പ ഞെട്ടിത്തെറിച്ചു. എന്താ കുഞ്ഞുട്ടി ഈ പറയണത്? ആടാ, അന്നെ ഒഴിവാക്കിയോള് പോയിക്കണല്ലോ. ഓള് ഇവിടെ ഇല്ലല്ലോ, ഏതോ ഒരു അറബി വീട്ടിൽ ജോലിക്ക് പോയിക്കണെന്നോ. എന്താ കുഞ്ഞുട്ടിയെ? അത് അങ്ങനെ പോയതാണ്. ഓള് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ പോയതാണ്, അല്ലാതെ. എന്നാൽ പള്ളി കമ്മിറ്റിക്കാരനായ അദ്ദേഹം ആ ഒരു കടലാസ് ഉപ്പയുടെ നേരെ നീട്ടി. എന്നാൽ അത് വായിച്ച ആ ഉപ്പ കൈകാലുകൾ തളർന്നു. ഒരു നിമിഷം വായിൽ വെള്ളം വറ്റി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അല്ലാ, ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം അതാ അവിടെ ഇരിക്കുകയായിരുന്നു. എന്താടാ, എണീക്ക്. എന്താ? ഞാൻ പറഞ്ഞില്ലേ എന്നോട്? അല്ലാ കുഞ്ഞുട്ടിയേക്ക് വയ്യടാ. അതാ ആ പിതാവ് വീണ്ടും തളർച്ച വരികയാണ് അദ്ദേഹത്തിന്. പഠിച്ചോനെ, എന്താടാ, എണീക്ക്. പെട്ടെന്ന് തന്നെ മുഖം കഴുകിക്കൊടുത്തു തൻ്റെ കൂട്ടുകാരൻ്റെ. ആ കണ്ണുകൾ പതുക്കെ ഒന്ന് തുറന്നു. എടാ, ഞാൻ കേൾക്കുന്നത് സത്യമാണോ? അതിനെന്താ, പോണല്ലോ പോട്ടെ. ആ കാര്യത്തിനൊന്നും എൻ്റെ കൂട്ടുകാരൻ വിഷമിക്കരുത്. സ്നേഹത്തോടെ അദ്ദേഹം ആശ്വസിപ്പിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഷാമിലിൻ്റെ ഉപ്പ അവിടെ തളർന്നിരുന്നു പോയിരുന്നു. പഠിച്ചവനെ, എന്തു ചെയ്യും എന്നറിയാതെ. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിലിൻ്റെ പിതാവിൻ്റെ സ്ഥിതി എന്തായിത്തീരും? നമുക്ക് കാത്തിരുന്ന് കാണാം.